ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജാമുൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പാർട്ടികളിലൊക്കെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ട് ഐറ്റം കൂടിയാണ് ഇത്. ഇതിനു വേണ്ടി 3 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ക്യാരറ്റ് 1/2 കപ്പ് പാലും ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ക്യാരറ്റ് ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പ്, ഇത് രണ്ടും ചേർത്ത് ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം 1/2 കപ്പ് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കണം. റവ ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്നൊരു പരുവമാവുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിലോ നെയ്യോ കയ്യിൽ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ എല്ലാ ബോൾസും നമ്മളിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ബോൾസൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ബോൾസൊക്കെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റീം ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു കടായിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂണിൽ താഴെ ഏലക്കപ്പൊടിയും ചേർത്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ബോൾസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1-2 മിനിറ്റ് നമുക്കിതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർത്തതിന് ശേഷം പാല് പെട്ടെന്ന് തിക്കായി വരുന്നതുകൊണ്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് 1/4 കപ്പ് ബദാമും 1/4 കപ്പ് പിസ്തയും ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി കട്ടിയായിട്ട് വരും. ഈ ഡിസേർട്ട് ചൂടോട് കൂടിയോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ നമുക്ക് കഴിക്കാം. രണ്ടിനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.